നാം നേടുന്ന അറിവുകൾ ശരിയുള്ളതാവണം. നമ്മൾ നേടുന്ന അറിവിലെ ശരിയും തെറ്റും വേർതിരിച്ചു തരുന്നവരാണ് ഗുരുക്കന്മാരും ആചാര്യന്മാരും. നല്ലൊരു ഉപദേശത്തിലേക്ക് നമുക്ക് കാതോർക്കാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഈ അടുത്ത കാലത്ത് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സംഭവം സവിത ഹാൽപ്പനാർ എന്ന് പറയുന്ന ഒരമ്മയുടെ മരണമാണ്. വളരെ സുന്ദരിയായ വിദ്യാസമ്പന്നയായ ഒരു ഇന്ത്യക്കാരിയാണ് സവിത. അവൾ അയർലൻഡിലാണ് ഹസ്ബൻഡിൻ്റെ കൂടെ. അപ്പോഴാണ് അവൾ ഗർഭിണിയാകുന്നത്, പ്രസവത്തിന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ പ്രസവത്തിൽ വളരെ റെയറായി വരുന്ന ഒരു സംഭവം എന്താണ്, കുട്ടിയോ അമ്മയോ ഏതെങ്കിലും ഒരാളെ ജീവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി വയറിൽ വെച്ച് മരിച്ചു. അപ്പോൾ ആ കുട്ടിയെ അല്ലെങ്കിൽ അബോർഷൻ ചെയ്യണം. അബോർഷൻ ചെയ്തില്ലെങ്കിൽ അമ്മ മരിച്ചു. അപ്പോൾ ഡോക്ടേഴ്സ് നോക്കുമ്പോൾ ഫീബിൾ ഹാർട്ട് ബീറ്റ് ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ കുട്ടി റിവൈവ് ചെയ്ത് കളയും. പക്ഷേ ആ കുട്ടി മരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടിയെ അബോർഷൻ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അമ്മ മരിക്കും. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ കുട്ടി ഇതിനെക്കുറിച്ച് നല്ല അറിവുണ്ട ഒരു കുട്ടിയാണ്. ആ സവിത ഡോക്ടർമാരുടെ കാല് പിടിച്ച് പറഞ്ഞു, എന്നെ ഒന്ന് അബോർട്ട് ചെയ്തു. പക്ഷേ ഡോക്ടർമാർ തയ്യാറായില്ല. കാരണം അയർലൻഡ് ഒരു കാത്തലിക് രാജ്യമാണ്. കത്തോലിക്കക്കാരുടെ മതവിശ്വാസം അനുസരിച്ച് ഒരിക്കലും അബോർഷൻ പാടില്ല, അല്ലെങ്കിൽ ഗർഭഛിദ്രം പാടില്ല. അതുകൊണ്ട് അയർലൻഡിൽ അബോർഷൻ നടത്താൻ പറ്റില്ല. ഈ കുട്ടിയെ ഈ അവസ്ഥയിൽ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും കഴിയില്ല. അയർലൻഡിൽ നിന്ന് ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലണ്ടിലെത്താം. ഇംഗ്ലണ്ടിലാണെങ്കിൽ അബോർഷൻ നടത്തുന്നതിന് ഒരു പ്രശ്നമില്ല. അയർലൻഡിലെ പല സ്ത്രീകളും അബോർഷൻ ചെയ്യുന്നതിന് വേണ്ടി ഇംഗ്ലണ്ടിൽ പോയിട്ട് അബോർഷൻ ചെയ്ത് തിരിച്ചു വരും. അതാണ്. പക്ഷേ അയർലൻഡ് ഒരു കാത്തലിക് കൺട്രിയാണ്. അതുകൊണ്ട് അബോർഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. എന്തിന്? ആ സവിത എന്ന് പറയുന്ന ആ അമ്മ വേദന കൊണ്ട് പിടഞ്ഞ് ഡോക്ടർമാരുടെ കയ്യിൽ കിടന്ന് മരിച്ചു. ഇത് അയർലൻഡിനെ ഉലച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അബോർഷൻ റൈറ്റ്സിന് വേണ്ടി 10,000-കണക്കിന് സ്ത്രീകളും നിയമങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞ് പുരുഷന്മാരും തെരുവിലിറങ്ങിയെന്ന് മാത്രമല്ല, അവിടുത്തെ പ്രസിഡൻ്റായ മൈക്കൽ ഡി ഹിഗിൻസ്, അദ്ദേഹത്തിന് നേരിട്ട് ഇടപെടേണ്ടി വന്നിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഇതിനു വേണ്ടി ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഈ സംഭവം ലോകത്തെ മുഴുവൻ ഉലച്ചു എന്ന് തന്നെ പറയാം. ഇന്ത്യ ഗവൺമെൻറ് അയർലൻഡിലെ പ്രതിനിധിയെ വിളിച്ച് വരുത്തിയിട്ട് തങ്ങളുടെ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചു. കാരണം ഒന്ന്, സവിത ഒരു കാത്തലിക് അല്ല. അതുകൊണ്ട് കത്തോലിക്കക്കാരുടെ മതവിശ്വാസത്തെ മറ്റൊരാളുടെ മതവിശ്വാസത്തിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. രണ്ടാമത്തത്, അവരൊരു അയർലൻഡുകാരിയുമല്ല, അവരൊരു ഫോറിനറാണ്, അവർ ഇന്ത്യക്കാരിയാണ്. എന്നിട്ടും ഈ നിയമത്തിൻ്റെ പേരിൽ ആ സ്ത്രീയുടെ വില കൂടിയ ആ ജീവൻ, ഒരമ്മയുടെ ജീവൻ ഡോക്ടർമാർ നിസ്സാരമായി കണ്ടു എന്ന് പറയുന്നത് ലോക മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു പ്രശ്നം. അബോർഷൻ റൈറ്റ്സിന് വേണ്ടി നിയമങ്ങൾ മാറ്റാൻ വേണ്ടി അയർലൻഡിലെ പാർലമെൻറ്റ് മുന്നോട്ട് പോവുകയാണ്. അതിനെതിരെ പള്ളിയിലെ അധികാരികളൊക്കെ ശക്തമായി പ്രതിഷേധം വന്നിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, എന്തെങ്കിലും ഇനി അയർലൻഡിൽ സംഭവിക്കും. ആയിരക്കണക്കിന് സ്ത്രീകളുടെ ആവശ്യം അംഗീകരിക്കപ്പെടും. അപ്പോൾ ഒരു സർവേ നടത്തിയപ്പോൾ അയർലൻഡിലെ 92% സ്ത്രീകളും അബോർഷൻ ചെയ്യേണ്ടത് അവരുടെ അവകാശമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ കത്തോലിക്കക്കാരുടെ അല്ലെങ്കിൽ ആ ഒരു മതവിഭാഗത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അവരുടെ ആർഗ്യുമെൻറ്റിൻ്റെ അടിസ്ഥാനം ഇതാണ്. അതായത് ജനിക്കാൻ പോകുന്നൊരു കുട്ടിയെ നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെയാണ്. നമ്മൾ അതിൽ കയറി കൈവയ്ക്കാൻ പാടില്ല. അതും വളരെ യുക്തിയുക്തമായൊരു ചിന്തയാണ്. പക്ഷേ ചോദ്യം ഇതാണ്, ഇത്തരം നിയമങ്ങൾ ഭൂമിയിൽ ആരാണ് ഉണ്ടാക്കിയത്? ക്രിസ്തീയ നിയമങ്ങൾ ക്രിസ്തുവല്ല ഉണ്ടാക്കിയത്, അത് തീർച്ചയാണ്. ക്രിസ്തുവിന് ശേഷം വന്ന ശിഷ്യന്മാരാണ് പല നിയമങ്ങളുണ്ടായത്. പിന്നെ അതൊരു മതമായി മാറിയപ്പോൾ ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളും അതിൻ്റെ നിയമപണ്ഡിതന്മാരും അതിൻ്റെ പുരോഹിതന്മാരും അങ്ങനെയുള്ളവർ അവരെത്ര വർഷം മുമ്പാണ് ജീവിച്ചിരുന്നത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നത്. ഭാരതത്തിലെ മഹർഷിമാർ നമുക്ക് നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനേക്കാളും മുമ്പാണ്. അതിന് യഹൂദന്മാരുടെ നിയമം അതിനേക്കാളും മുമ്പാണ്. യഹൂദന്മാർക്ക് ഇപ്പോഴും ഒരു പ്രാർത്ഥന നടത്തണമെങ്കിൽ കോറം തികയണമെങ്കിൽ പുരുഷന്മാർ വേണം, അല്ലാതെ സ്ത്രീകൾക്ക് മാത്രം അവിടെ ഒരു പ്രാർത്ഥന പോലും അവിടെയില്ല. ഒരു യഹൂദന്മാരുടെ പള്ളിയിൽ സ്ത്രീകൾ കയറി പ്രാർത്ഥിക്കാനും പാടില്ല, അവരുടെ വേദപുസ്തകവും അവർ വായിക്കാൻ പാടില്ല. അത്തരത്തിൽ സ്ത്രീകളോട് അവർ വിവേചനം കാണിച്ചിട്ടുണ്ട്. എല്ലാ മതങ്ങളും പൊതുവേ സ്ത്രീകളോട് വിവേചനം കാണിക്കും.
അപ്പോൾ അതുപോലെ അബോർഷൻ എന്ന് പറയുന്ന ഒരു അമ്മയുടെ അവകാശമാണ് എന്ന് പറയുന്നതിനെ അന്നത്തെ ആളുകൾ ഉണ്ടാക്കിയ നിയമമാണ്. ഇത് ക്രിസ്തുദേവൻ ഉണ്ടാക്കിയ നിയമങ്ങളൊന്നും അല്ലത്, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ പൂർവികന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ആളുകൾ, അവരുടെ ദർശനത്തിലുള്ള കാര്യങ്ങളാണോ ഇന്ന് നമ്മുടെ ജീവിതത്തെ ഭരിക്കേണ്ടത്? അവർ ശാസ്ത്രത്തിൻ്റെ വളർച്ച എന്ന് പറയുന്ന കാര്യം കണ്ടിട്ടേ ഇല്ലാത്ത ആളുകളാണ്. അവർ ട്രെയിൻ കണ്ടിട്ടില്ല, അവർ പ്ലെയിൻ കണ്ടിട്ടില്ല. ഇത്രയധികം ശാസ്ത്രം വളരുമെന്നും ഇത്രയധികം ലോകത്തെക്കുറിച്ച് മനുഷ്യൻ മനസ്സിലാക്കുമെന്നൊന്നും അവർക്കറിയില്ല. അപ്പം ശാസ്ത്രം ഒട്ടും വളർന്നിട്ടില്ല, പല കാര്യങ്ങളും ഒട്ടും അറിയാത്ത ഒരു കാലഘട്ടമാണ്. ചില കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് അറിയാമായിരിക്കും. അപ്പോൾ അവരുടെ അറിവിൻ്റെയും അവരുടെ വിസ്ഡത്തിൻ്റെയും ഒക്കെ അകത്ത് നിന്നുകൊണ്ട് അവരുടെ കാലത്തിന് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളാണ്. ആ നിയമങ്ങളെ 1000 വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ അതുപോലെ പിന്തുടരുകയും അതിലൊരു മാറ്റം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ, അത് ഏത് മതത്തിൻ്റെ ആയാലും ശരി, ഇന്ന മതത്തിൻ്റെ അതല്ല, ചെയ്യുമ്പോൾ അതിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് ഇന്നത്തെ കാലത്തെ പ്രസൻറ്റിലെ കുറേ ആത്മാക്കളാണ്. പ്രത്യേകിച്ച് ഇത്തരം മതങ്ങളുടെ എല്ലാം അമ്പുകൾ ചെന്ന് തറയ്ക്കുന്നത് സ്ത്രീ വിഭാഗങ്ങളാണ്. അത് ഹിന്ദു മതത്തിൻ്റെ ആയാലും ശരി, ക്രിസ്തു മതത്തിൻ്റെ ആയാലും ശരി, ഇസ്ലാം മതത്തിൻ്റെ ആയാലും ശരി. അത് വല്ലാത്തൊരു അനീതിയാണ്. അപ്പോൾ മുമ്പ് പറഞ്ഞ ആളുകൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നന്മകളാണ്. പക്ഷേ ആ നന്മകളൊക്കെ പലപ്പോഴും അവരുടെ കാലത്ത് മാത്രമേ ചോദിച്ചതാണ്. കാലം മുന്നോട്ട് നൂറ്റാണ്ടുകൾ കടന്നു പോകുമ്പോൾ നമുക്കും ചിന്തിക്കാൻ കഴിവില്ലേ? നമ്മളും ഈശ്വരൻ്റെ പുത്രന്മാരല്ലേ? എന്തു വേണം എന്തു വേണ്ട എന്ന ഇന്നത്തെ കാലത്തെ അറിവിനെ നമ്മുടെ വിജ്ഞാനത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ചിന്തിക്കുകയും നിയമങ്ങൾക്ക് മാറ്റം വരുത്തുകയും വേണ്ടേ? നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ആ ഒരു ചോദ്യത്തോടു കൂടി നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള നിയമങ്ങൾ നമ്മളെ ഭരിച്ച് നമ്മുടെ ജീവിതം നരകമാക്കി മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന ചിന്തയോടുകൂടി ഇന്നത്തെ സായനത്തിൽ കിടക്കാം. ഗുഡ് ഈവനിങ്. സൗമ്യ ശ്രീർനാൾ ഈസ് സൈനിങ് ഓഫ്.